സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ട സംഘിക്കുട്ടന്മാരുടെ പരിപാടികൾ അല്ലേ. അതിൽ നമ്മളൊരു പേരും പറഞ്ഞിരുന്നു, ക്രിസംഗി എന്ന് പറയുന്ന ഈ കസ്റ്റംസ് കമ്മീഷണറിൻ്റെ ഒരു പ്രവൃത്തിയെ പറ്റിയൊക്കെ. അയാൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് അതിന് ചർച്ച ചെയ്താണ്, വീണ്ടും അത് പറയേണ്ട ആവശ്യകതയില്ല. എന്നിരുന്നാൽ തന്നെയും അയാൾ ചെയ്തത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു നടൻ്റെ അല്ലെങ്കിൽ അതുല്യനായ ഒരു കലാകാരനെ ഈ സമൂഹത്തിലേക്ക് കരിവാരിത്തേക്കാനായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഒന്നടങ്കം പ്രതിപട്ടികയിലേക്ക് ചേർക്കാനായിട്ട്, പേര് ചേർക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അയാളുടെ ഒരു സ്റ്റാറ്റസ്, അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ, അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സ്റ്റാർഡവും അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇമേജുകളും തകർക്കുന്ന രീതിയിൽ, അവരെ കുറ്റവാളി എന്നുള്ള രീതിയിൽ, അവരെ കള്ളക്കടത്തുകാരെന്നുള്ള രീതിയിൽ നാമകരണം ചെയ്യപ്പെട്ട് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കസ്റ്റംസ് കമ്മീഷണറും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും സംഘിക്കുട്ടന്മാരുടെ എല്ലാ ഒരു മെഴുകലും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ട നാടകങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിനെതിരെ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളാണ് ഈ പറയുന്ന കസ്റ്റംസ് കമ്മീഷണർ വീട്ടിൽ കയറി എടുത്തുകൊണ്ട് പോയതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. അപ്പോൾ അതിന് പിന്നാലെ കസ്റ്റംസിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി. ബഹുമാന്യനായ അല്ലെങ്കിൽ ആദരണീയനായ നമ്മളെല്ലാവരും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയും അതേപോലെ തന്നെ ഹൈക്കോടതിയും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ദുൽഖർ സൽമാൻ കൊടുത്തുള്ള പരാതിയിൽ എല്ലാ നികുതികളും എല്ലാ ടാക്സുകളും അടച്ചതിന് ശേഷമാണ് വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും ആ വാഹനങ്ങൾ ഇത്രയും നാൾ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ടെന്നുള്ളതും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ക്രിസംഗികളുടെ കുരുപൊട്ടൽ, എനിക്ക് തോന്നുന്നു ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു നമ്മുടെ കൗൺസിലർ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുണ്ടായ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ BJP ആണ്, ഈ സംഘപരിവാർ ആണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതിന് ശേഷമാണ് മരണമടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു പ്രഹസനവുമായിട്ടൊക്കെ രംഗത്തേക്ക് വരികയുണ്ടായി. മാധ്യമപ്രവർത്തകരെ ശകാരിക്കുക, അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളിയത്. അപ്പോൾ അതിനെയെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണോ ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ സത്യം അത് തന്നെയായിരിക്കാം. ഇവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ ഒരു മാർഗം തന്നെയായിരിക്കാം ഓപ്പറേഷൻ നുങ്കൂർ. ഇതിൽ 100ഓളം വരുന്ന വാഹനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാഹനങ്ങൾ ഉള്ളപ്പോഴും ആ വാഹനങ്ങളെ പറ്റി ഒന്നും കൃത്യമായുള്ള ധാരണ കസ്റ്റംസ് കമ്മീഷണറിനോ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്കോ കിട്ടിയിട്ടില്ല. ആകെ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ മകൻ്റെ കയ്യിൽ 2 വാഹനങ്ങളുണ്ട്, മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ വാഹനങ്ങളുണ്ട്, പൃഥ്വിരാജിൻ്റെ കയ്യിൽ വാഹനങ്ങളുണ്ട്, അമിത് ചക്കാലക്കലിൻ്റെ കയ്യിൽ വാഹനങ്ങളുണ്ട്. പക്ഷേ പൃഥ്വിരാജിനെതിരെ വലിയ രീതിയിലുള്ള അക്രമമൊന്നും ഇവർ അഴിച്ചുവിടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയുമാണ് ഇവർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. എല്ലാ മാധ്യമങ്ങളും എടുത്ത് കൊട്ടിഘോഷിക്കുന്നതും എല്ലാ മാധ്യമങ്ങളും ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നതും അതേ കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും വാഹനം പിടിച്ചു, ദുൽഖറിൻ്റെ വാഹനം പിടിച്ചു, ദുൽഖറും മമ്മൂട്ടിയൊക്കെ ഈ കള്ളക്കടത്തുകാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. എന്ത് ലോജിക്കാണ് ഈ പറയുന്നവന്മാർക്കുള്ളത്? എന്ത് വാല്യൂ ആണുള്ളത്? ഈ മമ്മൂട്ടിയും ഈ പറയുന്ന ദുൽഖർ സൽമാനെയും ഒക്കെ സമൂഹത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്ന രീതി എത്ര മോശമായിട്ടുള്ള രീതിയാണ്, എത്ര അപഹാസ്യമായിട്ടുള്ള രീതിയിലാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. അവർക്ക് ഈ സമൂഹത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലേ? അവർക്ക് മാനനഷ്ടത്തിന് അവർ വേണമെങ്കിൽ കേസ് കൊടുക്കണം. കാരണം ഇത്രയും വലിയ അതുല്യനായ ഒരു കലാകാരൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നാളിതുവരെ ഒരാൾ പോലും ധൈര്യപ്പെടാത്ത ഒരു പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ധൈര്യപ്പെടാത്തതെന്ന് പോട്ടെ, എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഓക്കെ. ഇത് എവിടുന്നോ കിട്ടിയൊരു ഇൻഫർമേഷൻ്റെ പേരിൽ അയാൾ ഈ നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കസ്റ്റംസ് കമ്മീഷണർ ഈ പറയുന്ന ദുൽഖറിൻ്റെ വീട്ടിൽ കയറിയിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയത്. എന്നാൽ ദുൽഖർ നികുതി അടച്ചിട്ടുണ്ടെന്നുള്ളത് ദുൽഖർ പറയുകയുണ്ടായി, അതിനുള്ള രേഖകളും ദുൽഖർ സമർപ്പിക്കുകയുണ്ടായി ഹൈക്കോടതിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ ആണ് ഈ പറയുന്ന നമ്മുടെ മനോരമ ന്യൂസിൽ വന്നിരിക്കുന്ന വീഡിയോ. മനോരമയ്ക്കായിരുന്നു ഏറ്റവും വലിയ ആവേശം ഈ പറയുന്ന ദുൽഖർ സൽമാനെ പ്രതിപട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, മമ്മൂട്ടിയെ പ്രതിപട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെതിരെ ഈ ഹൈക്കോടതിയുടെ ഒരു വിശദീകരണം തേടിയതിനെ പറ്റി ഒരു വാർത്ത മനോരമയിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്ത് കേസിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്താണ് ഹർജി. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതാണെന്നും കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചില്ല എന്നും ദുൽഖർ കോടതിയിൽ. കസ്റ്റംസിനോട് വിശദീകരണം തേടിയ ഹൈക്കോടതി ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. PS വിമൽ വിവരങ്ങളുമായി ചേരുന്നു. വിമൽ, ഈ കാറുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തന്റെ പക്കൽ ഉണ്ട് എന്നാണോ ദുൽഖർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്?
മിക്കു ഓപ്പറേഷൻ നുംകോറിൽ ദുൽഖർ സൽമാന്റെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള 2004 മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡറാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ വാഹനം സ്വന്തമാക്കിയതെന്നാണ് ദുൽഖറിന്റെ വാദം. ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയണൽ ഡെലിഗേഷന് വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് വാഹനം. അതിനുശേഷം ഇതിന്റെ ഉടമസ്ഥർ തമിഴ്നാട് പുതുക്കോട്ടയിലുള്ള താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. കമ്പനി ഉടമ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് താൻ വാഹനം വാങ്ങിയ R3 പ്രൊമോട്ടേഴ്സിന് വാഹനം ലഭിച്ചതെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. കൈമാറ്റം എല്ലാ വിധത്തിലും നിയമവിധേയമാണെന്നും ഗതാഗത വകുപ്പിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് താൻ വാഹനം വാങ്ങിയിട്ടുള്ളത്. പരിശോധനയ്ക്കെത്തിയപ്പോൾ ഈ രേഖകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കാണിച്ചിരുന്നു. എന്നാൽ ഇത് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ നിയമവിരുദ്ധമായാണ് തന്റെ വാഹനം പിടിച്ചെടുത്തത്. ഇത് മുൻവിധിയോടെയാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കി തിരികെ കിട്ടുമ്പോഴേക്കും ഈ വാഹനം നശിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കസ്റ്റംസിന്റെ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലുള്ളത്. ഒപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ മോശമാകുന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം വ്യാപക പ്രചരണം നൽകിയത്. കാരണം സ്വർണ്ണക്കടത്തുമായും ലഹരിക്കടത്തുമായും ബന്ധപ്പെട്ട് തന്റെ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് എന്ന രീതിയിലാണ് പ്രചരണം നടന്നത്. ഇത് തനിക്ക് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കിയെന്നും ദുൽഖർ പറയുന്നു. എന്തായാലും ഹർജിയിൽ കോടതി കസ്റ്റംസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. കണ്ടില്ലേ, ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യത്തിലേക്ക് ഒരു ധാരണ എത്തിയില്ലേ? ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ സംഘടിതമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു നീക്കം ഇവർ ഈ പറയുന്ന രീതിയിൽ ഇവർ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലാണ് നടത്തുന്നതെന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ വാഹനം എല്ലാ നികുതിയും എല്ലാ പണവും കൊടുത്തതിന് ശേഷം താൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണെന്നും, എന്നാൽ ഇതുമായി സംബന്ധിച്ചുള്ള രേഖകൾ കസ്റ്റംസ് കമ്മീഷണറിനെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ അതിലൊന്നും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് നോക്കാൻ പോലും ഒന്ന് തയ്യാറാവാതെ തനിക്കെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിട്ടതാണെന്നുമാണ് ദുൽഖർ സൽമാൻ വാദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ക്രിസംഗി സാറേ നിങ്ങൾ അവിടെ കാണിച്ചത്. നാളിതുവരെ ഒരാൾ പോലും കയറി ചെല്ലാത്ത മമ്മൂക്കയുടെ ആ ഗ്യാരേജിലേക്ക് കയറി ചെന്നപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അത് സാധാരണ ഒരു വ്യക്തിയുടെ ഒരു ഗ്യാരേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കയറി ചെല്ലുന്നതിന് കുറച്ചൊക്കെ മര്യാദയുണ്ട്. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. റൈഡിന് പോകുന്നതിൻ്റെ വീഡിയോ ഒരുമാതിരി സിനിമയിലൊക്കെ കാണുന്ന പോലെ നാടകീയ രംഗങ്ങളാണ്. എന്തോ കള്ളക്കടത്തിൽ നിന്ന് ഭൂട്ടാനിൽ നിന്ന് ദുൽഖർ സൽമാൻ പോയി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ആ വണ്ടി മമ്മൂട്ടിയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. മമ്മൂട്ടിയാണ് ആ വണ്ടി നോക്കുന്നത്. മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ ഒളിപ്പിച്ചിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഈ മഞ്ഞപ്പത്രങ്ങൾ, മഞ്ഞരമ അടക്കമുള്ള മഞ്ഞപ്പത്രങ്ങൾ മാധ്യമങ്ങൾ വരച്ചു കാണിച്ചത്. എന്ത് ചെറ്റത്തരമാണോ താനൊക്കെ കാണിക്കുന്നത്? എന്തെങ്കിലും കഴമ്പുള്ളൊരു കാര്യമാണോ നീയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ, അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇമേജും തകർക്കാനായിട്ട് ഈ ഒരു കാരണമാണോ നിങ്ങൾ കണ്ടെത്തിയത്? എന്നാൽ അതെങ്ങും വില പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിലൊരു പ്രതിനിധി നിങ്ങളുടെ കൊള്ളരുതായ്മ കാരണം മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കേണ്ടതിന് പകരം അത് മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ആ കേസ് മറയ്ക്കാനായിട്ട് മറ്റുള്ള സമൂഹത്തിൽ വലിയ ഉന്നതരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യതയുള്ള വ്യക്തികളെ ഇങ്ങനെ കരിവാരി തേക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ എന്ത് കമ്മീഷനാണ്? എല്ലാ പണവും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം വാങ്ങിയിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് അവരുടെ വാഹനം നികുതി അടയ്ക്കാതെ കൊണ്ടുവന്നതാണെന്ന്. ആ വാഹനം ഈ കസ്റ്റംസ് കമ്മീഷണറിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്. ഓ സാർ, ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പേടിച്ച് നിക്കറി മുള്ളി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തും അയാൾ പറയുന്നത് നികുതി അടയ്ക്കാതെ വാഹനം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, കള്ളക്കടത്ത് ലഹരി കേസിലെ വണ്ടികളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും ഇവർ ആരും ഡയറക്റ്റ്ലി പോയെടുത്ത വണ്ടിയല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഒരു ആഗ്രഹം തോന്നി, ഒരു ക്രൈസ് തോന്നി അവർ വാഹനം എടുത്തു. ആ വാഹനം എടുത്തത് ഒരു ക്രൈസിന്റെ മേലെടുത്ത വാഹനമാണ്. ആ വാഹനത്തിന്റെ പിന്നിൽ എന്തൊക്കെ ചതിക്കുഴികളുണ്ടെന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ PA വെച്ചിട്ടോ അവരുടെ മാനേജേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഈ വാഹനം എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ തന്നെയും ഇവരെ ഈ രീതിയിലേക്ക് ഒരു പ്രതിപട്ടികയിൽ ചേർക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ അത് ഇവർക്ക് എവിടെ നിന്ന് വന്നു, ക്രിസംഗിക്ക് എവിടെ വന്ന് നിന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ആ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസംഗിക്ക് നരേന്ദ്രമോദിയോടുള്ള അഗാധമായിട്ടുള്ള ഒരു ഇഷ്ടവും ആരാധനയും ബഹുമാനവും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ്? ക്രിസംഗി സംഖ്യ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഈ സംഖ്യക്കുട്ടന്റെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ നാടകം ഇതിനെല്ലാം ഒരു തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവർ കൊടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുനിതാ ദാസ് എന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീഡിയോയിൽ എന്താണ് അവർ പറയുന്നത് കണ്ടു നോക്കാം. അവർ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ വീഡിയോയിലും ഈ ക്രിസംഗി എന്താണെന്നുള്ളത് വരച്ച് കാണിച്ചുകൊണ്ട് തന്നെ അയാളുടെ ഈ പറയുന്ന മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് സുനിതാ ദാസ് എന്ന് പറയുന്ന അവതാരിക സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മൈ ഡിയർ സാറേ, 369 മമ്മൂക്കാന്റെ നമ്പർ ആണെങ്കിൽ എടുത്ത വണ്ടിയൊക്കെ ചെക്കൻ തിരിച്ചു വെപ്പിക്കും. അത് തന്നെയാണ് സത്യം. അതായത് 369 എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ എല്ലാ വാഹനങ്ങളുടെ നമ്പറാണ്. മോഹൻലാലിന് 2255 എന്നുള്ള നമ്പർ ഉള്ളതുപോലെ തന്നെ മമ്മൂക്കയുടെ വാഹനത്തിന്റെ ഇഷ്ട നമ്പറാണ് 369. ഈ വാഹനങ്ങളിലെല്ലാം 369 ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുൽഖറിന്റെ അച്ഛൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ ദുൽഖർ ആ വാഹനങ്ങളെല്ലാം തിരിച്ച് എടുത്തെടുത്ത് തന്നെ കൊണ്ടുവന്ന് വെപ്പിക്കുക. നമുക്കറിയാം പൃഥ്വിരാജിന്റെ കടുവ എന്ന് പറയുന്ന സിനിമയിൽ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ പൃഥ്വിരാജ് എന്താണ് പറയുന്നത് നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദുൽഖർ സൽമാൻ. ഇവിടെ സിനിമയല്ല ജീവിതമാണ്, അതുകൊണ്ട് എൻ്റർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ദുൽഖർ സൽമാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയ സംഘിക്കുട്ടന്മാരുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ സുനിതാ ദാസ് എന്ന് പറയുന്ന യൂട്യൂബർ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം.
ഏതേലും വണ്ടിയിൽ ആ നമ്പർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസമെങ്കിലും 369 ഗാരേജിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ 369 നമ്പറിനെ കുറിച്ചും അതിന്റെ ഉടമയെ കുറിച്ചും മൈ ഡിയർ സാറേ കുറെ പറയാനുണ്ട് കേട്ടോ. 19 വർഷമായിട്ട് ഇക്ക വണ്ടിയുടെ വളയം പിടിച്ചു തുടങ്ങിയിട്ട്. ഇതിനിടയിൽ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ പല വളയവും ഇക്ക പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരുത്തനും കയറി ആ ഗാരേജിൽ ഒരു മൺതരി പോലും അനുവാദമില്ലാതെ എടുത്തോണ്ട് പോയിട്ടില്ല. നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കയറിയിട്ടുണ്ടെങ്കിൽ, വണ്ടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ സാറേ, മൈ ഡിയർ സാറേ, അതിന് മറുപടി പറയേണ്ടി വരും. എനിക്കൊരു 100 കാർ വാങ്ങിക്കണം. എന്റെ മോന് ഈ കാർ കളക്ഷൻ ഉണ്ട്. മൈ ഡിയർ സാറേ, പറഞ്ഞു വന്നത് ദുൽഖർ സൽമാൻ കസ്റ്റംസ് പിടിച്ചെടുത്ത വണ്ടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സാർ പിടിച്ചോണ്ട് പോയൊരു വണ്ടിയുടെ നമ്പറും അതിലുണ്ട്, 369 തന്നെ. അതിന്റെ മേൽ ഒരു തരി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല മൈ ഡിയർ സാറേ. മക്കളെ പോലെയാണ് വണ്ടിയും കൊണ്ട് നടക്കുന്നത്. അതേതെങ്കിലും കസ്റ്റംസ് കമ്മീഷണറുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റംസിന്റെ മുറ്റത്ത് കിടന്ന് തുരുമ്പിച്ച് കളയാൻ പറ്റില്ല മൈ ഡിയർ സാറേ. തിരിച്ചു കൊടുത്തേ പറ്റൂ. തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതി. ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത്. ദുൽഖർ സൽമാൻ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ വണ്ടി വാങ്ങിയത് നിയമപ്രകാരമാണെന്നും തനിക്ക് മുൻപുള്ള വണ്ടി ഉടമയ്ക്ക് പണം നൽകി എല്ലാ രേഖകളും തനിക്ക് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു. കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് ദുൽഖർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. മൈ ഡിയർ സാറേ, വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ രാജ്യദ്രോഹ കുറ്റങ്ങളെ കുറിച്ചാണല്ലേ. ആർമിയുടെയോ അമേരിക്കൻ എംബസിയുടെയോ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെയോ ഒക്കെ വ്യാജ രേഖകൾ ഉണ്ടാക്കിയെന്നോ, പരിവാഹന വെബ്സൈറ്റ് എന്തോ ഹാക്ക് ചെയ്തു എന്നോ, സ്വർണ്ണോ മയക്കുമരുന്നോ എന്തോ കിണ്ണാങ്കൃതിയൊക്കെ വണ്ടിയിൽ അതിർത്തി വഴി കടർത്തിയെന്നോ, തീവ്രവാദ ബന്ധമെന്നോ ഈ വാർത്ത പൊടിപ്പും തൊങ്ങലും വെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പറത്തി വിട്ടപ്പോ എന്താ സംഭവിച്ചതെന്ന് മൈ ഡിയർ സാറിന് അറിയാമോ? ആനുകാലിക ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിൽ ഇത്തരം ഒരു വാർത്ത കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ഗോദി മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സാറിന് വല്ല ബോധ്യവും ഉണ്ടോ സാറേ? ചെക്കന്റെ പേര് ദുൽഖർ സൽമാൻ, വാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. ആഘോഷിക്കുകയാണോ ആൾക്കാര്? മുസ്ലിം പേര്, തീവ്രവാദം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, അതിർത്തിയിലൂടെ എന്തോ കടത്തൽ, വല്ലതും അറിയുന്നുണ്ടോ ഈ മൈ ഡിയർ സാറന്മാരൊക്കെ ഇക്കാര്യം വല്ലതും? ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ ഗാരേജിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണോ? ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു. പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള എന്താ മൈ ഡിയർ സാറേ ദുൽഖറിന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്ന് മാത്രമാണല്ലോ കുറ്റം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോന്നിയാസം പറഞ്ഞത്? കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാത്തതിന് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അത് കൂടിപ്പോയോ? നിങ്ങൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ ഇനി ഭാവിയിൽ ജയിക്കാൻ പോകുന്ന കുട്ടികൾ വരെ, അവർക്ക് വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അപമാനവും ഡാമേജും കളങ്കവും എത്ര വലുതാണെന്നറിയോ? ഈ മനുഷ്യരുടെയൊക്കെ മാനത്തിന് ഒരു വിലയുമില്ലേ? ദുൽഖർ സൽമാൻ എന്ന പേര്, മമ്മൂട്ടി എന്ന പേര്, അത് കിട്ടിയാൽ അതിൽ വരുന്ന കഥകളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? കണ്ടില്ല, അതിവ്യക്തവും ശക്തവുമായിട്ട് തന്നെയാണ് സുനിത ദേവദാസ് എന്ന് പറയുന്ന അവതാരിക ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് മേഡം. കാരണം നിങ്ങളെ പോലെയുള്ള വലിയ ഈ രീതിയിൽ സംസാരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എത്രയോ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ കാണിക്കുന്ന സംഘിക്കുട്ടന്മാർക്ക് പോലും ഇല്ലാത്ത അറിവ് ഈ പറയുന്ന സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു അവതാരികയ്ക്കുണ്ടെങ്കിൽ ഇത് ഇത്ര വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. ചെയ്യുന്ന പണിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്ന അടിമ സംഘിക്കുട്ടനായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണറെ നമ്മൾ ഏത് പേരിൽ വിളിക്കണം? ഇവനെ വിളിക്കേണ്ട പേര് വേറെയാണ്. ഞാൻ അതൊന്നും വിളിക്കുന്നില്ല, കാരണം എല്ലാം വേറെ രീതിയിലുള്ള കേസ് വരാം. അതുകൊണ്ട് ഞാനത് വിളിക്കുന്നില്ല, അതിലേക്ക് കിടക്കുന്നില്ല. ജനങ്ങൾ വിളിച്ചോളും. സംഘി പരിപാടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംഘികൾക്ക് വേണ്ടി അടിമയായിട്ട് നിന്നുകൊണ്ട് കുട്ടി സംഘിയായിട്ട് പണിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ ലോജിക്ക് വേണം, സ്വയമേ ചിന്തിക്കാനുള്ള ബോധം വേണം. മമ്മൂട്ടി എന്ന് പറയുന്ന ആ വലിയ നടൻ്റെ, മഹാനടൻ്റെ ആ പേര് നിങ്ങളിവിടെ ഉച്ചരിക്കുമ്പോൾ ആ പേര് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ലെവലിലേക്ക് അത് എടുത്തു വെച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. മാധ്യമങ്ങളടക്കം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് പേരും കാണിച്ച് മുഖം കാണിച്ചിട്ട് പോയാൽ മതി. പൃഥ്വിരാജിന്റെ ലൈസൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിനോടുള്ള ആരാധന കൂടിയിട്ട് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നടൻ കാണിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് പോലെ ആ സിനിമയിൽ അത് വരച്ച് കാണിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇവരോടുള്ള സെലിബ്രിറ്റിയോടുള്ള വലിയ വിരോധം, വലിയ വിദ്വേഷം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു മാർഗ്ഗമാണിത്. അപ്പോൾ എന്താ ഉണ്ടാവുക? ദുൽഖർ സൽമാനും മമ്മൂട്ടിയും മോഹൻലാലും സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് രംഗത്തുള്ള എല്ലാ ആളുകളും തന്നെപ്പറ്റി ചർച്ച ചെയ്യും. മാധ്യമങ്ങളിലെല്ലാം തനിക്ക് നിറഞ്ഞു നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മൂഞ്ചിപ്പോയി, ഏറ്റില്ല. ആ ഒരൊറ്റ ദിവസം മാത്രം നിറഞ്ഞു നിന്നു. ബാക്കി എല്ലാ ദിവസം തന്തയ്ക്ക് വിളി കേട്ടുകൊണ്ട് എവിടെ മാറി നിൽക്കുകയാണ്. മാധ്യമങ്ങളിലെല്ലാം എടുത്തിട്ട് കൊട്ടിവശിക്കുന്ന എന്താണ്? ഇവന്റെ ഈ പറയുന്ന പരിപാടിയാണ്, ഈ പിറപ്പുകേടാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഈ ആർക്കോ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഹൈക്കോടതി എന്തായാലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദുൽഖറിന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ വാഹനം അവിടെ കോടതിയിൽ ഇട്ട്
ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ജയിലിൽ ഇട്ടുകൊണ്ട് തുരുമ്പെടുപ്പിച്ച് കളയാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുൽഖർ സൽമാൻ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ആ വാഹനത്തിന് കൊടുക്കാവുന്ന എല്ലാ പണവും കൊടുത്ത് ആ വാഹനം ഇഷ്ട വിലയ്ക്ക് എടുത്തതാണ്. അതോടൊപ്പം തന്നെ നികുതിയോ എന്ത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് താൻ ആ വാഹനം സ്വന്തമാക്കിയതാണ് ഈ പറയുന്ന ദുൽഖർ സൽമാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വാഹനം വിട്ടുകിട്ടാനുള്ള എല്ലാ അവകാശവും ദുൽഖറിനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇന്ത്യയിലേക്ക് വന്നത് ഇവരുടെ ആരുടെയും കണ്ണുവെട്ടിച്ചോണ്ടൊന്നും അല്ലല്ലോ. എല്ലാ നികുതിയും അടച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അറിവോടുകൂടി തന്നെ വന്ന വാഹനമല്ല. പിന്നെ എങ്ങനെയാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും പൃഥ്വിരാജും ചക്കാലക്കലും മാത്രം കുറ്റക്കാരാവുന്നത്? ഇത്രയും നാളായിട്ടും വണ്ടി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴാണോ ഈ പറയുന്ന ഓപ്പറേഷൻ നുങ്കൂർ എന്നൊരു പേരിട്ടുകൊണ്ട് ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇതിനു മുൻപ് സാർ എവിടെയായിരുന്നു കൃസംഗിക്കുട്ട? വീട്ടിലിരുന്ന് മക്കളോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം എല്ലാവരോടൊപ്പം ഫുഡും കഴിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസിനെതിരെ തനിക്കൊന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവസരം കിട്ടിയത്. ആ അവസരത്തിൽ ചാടി പുറപ്പെട്ടതായിരിക്കും ഒരു പക്ഷേ. ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുമ്പോഴും 135 വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നെന്ന് പറയുമ്പോഴും അതൊക്കെ നിങ്ങളുടെ കഴിവുകേടാണ്. ആണത്തമില്ലെങ്കിൽ ഈ പരിപാടിക്ക് യോഗ്യനല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിനുള്ള അർഹനല്ല നിങ്ങൾ, അതിനുള്ള യോഗ്യനല്ല നിങ്ങൾ. ഈ പരിപാടി നിർത്തി വല്ല കിളയ്ക്കാനും പൊക്കൂടെ, അതാണ് ഏറ്റവും നല്ലത്. വല്ല ജന്മിയുടെയും പറമ്പിൽ പോയി കിളയ്ക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളൊരു അടിയാളനാണ്. ഏതോ സംഘിക്കുട്ടന്മാർ പറയുന്നതിനൊപ്പം ഓടിക്കളിക്കടാ കുഞ്ഞിരാമ, ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ അതിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ്. ഇനിയുള്ള കഥയില്ല. കഥകൾ മെനഞ്ഞ് വേറെ ലെവലിലേക്ക് എത്തി. പക്ഷെ ഇനി പറയാൻ കഥയില്ല. ആ കഥകൾ അവിടെ അവസാനിച്ചത് കൊണ്ടാണ് ഇപ്പോൾ സാറിനെ എങ്ങും കാണാത്തത്. ഈ സാറിനെ നമ്മൾ ഏത് പേര് വിളിക്കണം സാറേ? സാറിന്റെ പരിപാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാറേ, പക്ഷേ ഈ പരിപാടി ഇനി അധികം നാൾ പോവില്ല സാറേ എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. എന്തുതന്നെയാണെങ്കിലും ദുൽഖർ സൽമാൻ തന്റെ വണ്ടി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതിയിലേക്ക് സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടി എന്താണെന്നുള്ളത് നമുക്ക് ചൊവ്വാഴ്ച കാണാം. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് സംഘിക്കുട്ടന്മാർ ഈ പറയുന്ന തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയാണെങ്കിലും നീയൊക്കെ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയും പോരാട്ട നാടകങ്ങളൊന്നും ഇനി എങ്ങും എത്തില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.